മൂവി എന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞ പോലെ ഫുള്ള് എന്റർടൈൻമെന്റ് ആന്ന് പറഞ്ഞു. എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞത്, ഫുൾ എന്റർടൈൻമെന്റ് ആണ്, ചിരിക്കാൻ ഒരുപാട് പോയി കാണണം എന്നൊക്കെ പറഞ്ഞു. ഇനി ഇതിൽ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് 30 വയസ്സ് ഒരിക്കലും ഒരു വലിയൊരു നമ്പർ അല്ല, അല്ലെങ്കിലും എന്താണ് അവർ സ്റ്റാറ്റസ് നോക്കിയാണ് വിവാഹം കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അങ്ങനത്തെ സ്റ്റാറ്റസ് നോക്കി വിവാഹം കഴിക്കുന്നതിൽ ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ മൂവിയില്? സ്റ്റാറ്റസ് നോക്കി വിവാഹം കഴിക്കുന്നതിനുള്ള പരിഹാരം എന്നതിലുപരി ഈ പറയുന്ന ഈ കഥാപാത്രത്തിന്റെ ഒരു യാത്രയാണ്. എല്ലാവർക്കും ഈ കഥാപാത്രത്തിന് കിട്ടിയിട്ടുള്ള ഒരു ഓപ്ഷനോ അല്ലെങ്കിൽ ഈ കഥാപാത്രത്തിന് കിട്ടിയിട്ടുള്ള ഒരു പരിഹാരമോ കിട്ടണമെന്നില്ല. അങ്ങനെ കിട്ടുന്നതിനകത്ത് നമുക്ക് പറ്റിയ പ്രത്യേകിച്ച് സിനിമയില്ലല്ലോ. ഇത് ഇയാളുടെ ലൈഫിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. ആ നാട്ടുകാർ സഹകരിച്ചിട്ടുണ്ട് നല്ലപോലെ. നല്ല ആ ഒരു കാര്യം എല്ലാവരും പറഞ്ഞിരുന്നു, നന്നായിട്ട് വടകരയിലുള്ള എല്ലാ ആൾക്കാരും. പുറത്തുനിന്ന് എടുക്കുന്നതിനേക്കാളും ഉപരി അതിനകത്ത് തന്നെ ഉള്ള ആൾക്കാർ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അവരുടെ സഹകരണം കൂടി കൊണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ലൊക്കേഷനിൽ എന്തെങ്കിലും ഒരു ഫണ്ണ് പറയാമോ? എന്തെങ്കിലും ഒരു ഫണ്ണ് ഉണ്ടായിട്ടുണ്ടോ? എല്ലാം ഫണ്ണാണ്. എന്തായാലും ഒരു എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാവൂലേ? എനിക്കാണ് കോളേജിൽ പോയൊരു ഫീലായിരുന്നു. സരികയൊക്കെ കലാഭവൻ സരികയൊക്കെ എന്റെ പൊന്നെ വാ തുറന്നാല് കോമഡി എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ലല്ലേ. അത്രയും പ്രിപ്പയർഡ് അല്ല എന്നിട്ടാണ് ഇതിലേക്ക് എത്തിയെന്ന് പറഞ്ഞു അഭിനയിക്കാൻ വേണ്ടി. അപ്പം ചേട്ടനും അങ്ങനെ തന്നെയായിരുന്നോ? എങ്ങനെ പ്രിപ്പയർഡ് അല്ലാതെ? പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഇവരെ വിളിച്ചിട്ട് ഞാൻ കൊത്തയുടെ ഷൂട്ടിനിടയിലായിരുന്നു. ഷൂട്ട് കഴിഞ്ഞ ഉടനെ എനിക്ക് 2-3 ദിവസമേ ഗ്യാപ്പേ ഉള്ളൂ ഇവിടെ ഷൂട്ട് തുടങ്ങാനായിട്ട്. അങ്ങനെയാണ് വന്നത്. അപ്പൊ അതിനു മുമ്പ് എന്താ സ്ക്രിപ്റ്റ് ഒന്നും എന്താ കഥാപാത്രം ഒന്നും അങ്ങനെ യാതൊരു ധാരണ ഇല്ലാതെയാണ് സെറ്റിലേക്ക് വരുന്നത്. യാതൊരു ധാരണ ഇല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് ആ ധാരണയായി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം സംസാരിച്ച് എങ്ങനെയാണ് ഇന്നാണ് കഥ, ഇങ്ങനെയാണ് സ്ക്രിപ്റ്റ്, അങ്ങനെ സംസാരിച്ചതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായതിനു ശേഷമാണ് കഥാപാത്രം ചെയ്തത്. തികച്ചും ഒരു വ്യത്യസ്തമായിട്ടുള്ള സിനിമ എന്നല്ല ഇത്? ചെയ്ത വശങ്ങളിലേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഞാനിതുവരെ ചെയ്തതിൽ ഏറ്റവും കഥാപാത്രത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എന്തായിരിക്കും പറയുക? കഥാപാത്രം എനിക്ക് തന്നെയാണ് ഞാൻ ചെയ്തതിന് ഇതുവരെ ചെയ്തത് വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ ഏകദേശം എല്ലാത്തിലും എന്നെ ഏജ് ആക്കിയിട്ടൊക്കെയാണ്. ഇതിനകത്തിലാണ് ഒരു സംഭവമില്ല, മേക്ക് ഡൗൺ ഇല്ല. അത് നമ്മള് ചോദിച്ച പോലെ വയസ്സ് എത്രയെന്ന് ചോദിച്ച പോലെ അല്ലേ? അപ്പൊ അത് ഒരു പോയിന്റ് ആണ് ചേച്ചിക്ക് പറയാനുള്ളതൊക്കെ. അപ്പം മറ്റൊരു ഇൻസിഡന്റ് ഇപ്പം സിനിമയില് ഇപ്പം ഇത് ഇറങ്ങി കഴിയുമ്പം രണ്ട് എന്താ കാറ്റഗറി പെട്ട ആൾക്കാരുണ്ടോ? ഒന്ന് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. ചേച്ചി ഒരു ഇന്റർവ്യൂല് പറഞ്ഞ പോലെ മോശ സിനിമ ആകുന്നത് പലരുടെയും കാഴ്ചപ്പാട് കൊണ്ടും ആകാം. അപ്പൊ അങ്ങനെ ഉള്ളപ്പോ ഈ ഒരു മൂവി ആടുജീവിതത്തിന്റെ കൂടെ ഇറങ്ങുകയാണ്. അപ്പം എന്തായാലും ജനങ്ങൾ സ്വീകരിക്കും എന്ന് പറയുന്നതില് 100% ഉറപ്പാണ്. കാരണം ആൾക്കാർ കാണണം, കുറച്ചുപേരെങ്കിലും കണ്ടെങ്കിലേ ഉള്ളൂ നല്ലതാണ് എന്നുള്ളൊരു അഭിപ്രായം പുറത്തോട്ട് പോകുമ്പോൾ മാത്രമേ ഒരു പടം. അപ്പം ഓരോ മൂവിയിൽ ഇപ്പൊ ഇറങ്ങുന്ന റിവ്യൂ കാരണം ചില സിനിമകൾക്ക് ഒരു ബാഡ് ഇമേജ് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇതിനെ കുറിച്ച് പറയാനുള്ളത് അത്യാവശ്യം ഒരു 3-4 ദിവസമെങ്കിലും തന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ റിവ്യൂ പറ. അതായത് ആൾക്കാർക്ക് അത് വേണോ വേണ്ടയോ എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു സമയം കൊടുക്കണം. ഇത് അന്നത്തെ ദിവസം തന്നെ അത് ആ ഒരു നിലപാട് മാറ്റണം. അതിനുശേഷം ഒരു 4-5 ദിവസം വെയിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ ഇപ്പൊ എന്താണ്? അതിനുള്ളിൽ കാണുന്ന എത്ര ആൾക്കാരുണ്ടാവും, അവര് പറഞ്ഞറിയുന്ന എത്രയോ ആൾക്കാരുണ്ടാവും ഇഷ്ടപ്പെട്ടതാണെങ്കിൽ. നല്ല സിനിമകൾ ഇപ്പൊ ഈ അഞ്ചുകള്ളൊക്കെ എന്നൊക്കെ പറയുന്നത് നല്ല സിനിമയാന്നാ പറയുന്നത്. അതിന് സമയം കൊടുക്കണം. അതിന് ഫസ്റ്റ് ദിവസം തന്നെ കണ്ടിട്ട് അതിന് നെരപ്പാക്കി കളഞ്ഞു കാണണമെന്ന് വിചാരിക്കുന്നവര് വേണ്ട, ഉറപ്പായിട്ട് വിചാരിക്കും. അങ്ങനെ ഒരു 10 പേരിൽ ഒരു 4 പേരെങ്കിലും വിചാരിക്കോ അത് കൊള്ളത്തില്ലെന്നാ പറയുന്നത്, കാണണ്ട, അങ്ങനെ പറയും. പക്ഷെ ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവർക്കും അവർക്ക് റീച്ച് വേണം, അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം, നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നം.